വാട്സ്ആപ്പ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡീമൺ സ്ലേയറിലെ സെനുട്സുവിനെ എങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാം എന്നുള്ളതാണ്. സോ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് ഇതുപോലുള്ള ആനിമേ ഡ്രോയിങ്സ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ലെറ്റ്സ് ക്രിയേറ്റ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രിസ്റ്റോൻ്റെ മെക്കാനിക്കൽ പെൻസിലാണ്. സോ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു സർക്കിളാണ് ഫസ്റ്റ് വരയ്ക്കേണ്ടത്. സർക്കിൾ വരച്ചതിന് ശേഷം അതിനെ ഹാഫായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അതിനെ ജോയിൻ്റ് ചെയ്ത് വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അതിനുശേഷം നമ്മൾ അതിന് ഹാഫായിട്ട് ഒരു ഹാഫ് കട്ടായിട്ട് വരയ്ക്കുക. ഇത് ഹെയർ ആണ്, സെൻസുവിൻ്റെ ഹെയർ പോർഷനാണ് ഈ വരുന്നത്. സോ നമ്മളത് നീറ്റായിട്ട് ക്ലീനായിട്ട് വരയ്ക്കുക. ജസ്റ്റ് ലൈൻ ഡ്രോയിങ്സ് മാത്രമേ ഇതിനകത്ത് ചെയ്യാൻ പാടുള്ളൂ, തിക്നെസ് ആയിട്ട് വരയ്ക്കാൻ പാടില്ല. ഇതിൽ നമ്മൾ ആദ്യം സ്ട്രക്ചർ വരച്ചതിന് ശേഷം മാത്രമേ, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വരച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൽ ജോയിൻ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വരയ്ക്കത്തുള്ളൂ. സോ ആദ്യം നിങ്ങൾ ക്ലിയർ ചെയ്തത് ഡ്രോയിങ് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്, ലൈൻ ഡ്രോയിങ് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓരോ ലൈൻസും നമുക്ക് ഓവർലാപ്പ് ചെയ്ത് വരച്ച് ഒരുപാട് ഓവർലാപ്പ് ചെയ്ത് നമ്മൾ വരയ്ക്കാതിരിക്കുക. കാരണം എന്ന് പറയുന്നത് അത് ഒരുപാട് ഡെപ്ത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറേസ് ചെയ്ത് പിന്നെ ജോയിൻ്റ് ചെയ്ത് വരയ്ക്കാൻ സാധിക്കില്ല. ആ ഒരു ടെക്സ്ചർ നമ്മൾ ഡ്രോ ചെയ്ത് ടെക്സ്ചർ അതിനകത്ത് പേപ്പറിൽ തന്നെ തിക്നെസ് ആയിട്ടിരിക്കും. അതായത് ഡ്രോയിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ജസ്റ്റ് അതൊരു ഷേപ്പ് മാത്രം ആക്കി വരയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അടുത്തതായി സെൻസുവിൻ്റെ ആ ഒരു ഡ്രസ് പോർഷൻ നമുക്ക് നോക്കാം. അതൊരു കർവ്ഡ് സർക്കിളാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. ജോയിൻ്റ് ചെയ്ത് ഹെഡ് പോർഷൻ ജോയിൻ്റ് ചെയ്ത് കർവ്ഡ് സർക്കിൾ വരയ്ക്കുക. അതിന് ശേഷം നമ്മൾ ലൈൻസ് നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു ബോക്സ് ടൈപ്പിലാണ് വരയ്ക്കുന്നത്. കാരണം നിങ്ങൾക്ക് അത് ബ്ലോക്ക് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ഔട്ട്ലൈൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് സെൻസുവിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്നതാണ്. സോ നിങ്ങൾ ആ ഒരു ബോക്സ് ടൈപ്പിൽ തന്നെ ആ ഒരു കൺസ്ട്രക്ഷൻ വരയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ സെൻസുവിൻ്റെ ഡ്രസ് പോർഷനാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. സോ ആ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. സോ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒത്തിരി ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കാതിരിക്കുക. ഇൻ കേസ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് ഡ്രോയിങ്ങിന് അവസാനം വരയ്ക്കുക എന്നുള്ളതാണ്. ഡ്രോയിങ്ങിൻ്റെ അവസാനം നമ്മളിത് ജോയിൻ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു ഷേപ്പിൽ വരയ്ക്കുന്നതാണ്. സോ ആദ്യമേ നിങ്ങൾ ആ ഒരു കൺസ്ട്രക്ഷൻ ആദ്യം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള പോർഷൻസ് വരയ്ക്കുക. റിമൈൻഡറായിട്ട് പറഞ്ഞതാണ്. സോ നമുക്ക് നോക്കാം. അടുത്ത സെൻസുവിൻ്റെ കട്ടാനയാണ് വരയ്ക്കുന്നത്. സോ ജസ്റ്റ് ബോക്സ് ടൈപ്പ് നമുക്ക് വരയ്ക്കാം. എങ്ങനെയാണോ റെഫറൻസ് ഇമേജ് ഉള്ളത് അതിനെ നമ്മൾ ബോക്സ് ടൈപ്പ് ആക്കിയിട്ടാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. സോ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത് വരയ്ക്കാൻ പറ്റും. നമുക്കപ്പം ക്ലോത്തിൻ്റെ പോർഷൻ കൂടി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ലെഗ് പോർഷൻ എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോക്സ് ഷേപ്പിൽ വരയ്ക്കുക. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രൊപ്പോർഷൻ നമുക്ക് കൺസ്ട്രക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്ത്, അതായത് ജോയിൻ്റ് ചെയ്ത് ആ ഒരു പടം, ഒരു പിക്ചർ നമുക്ക് ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സോ നമുക്ക് ഓരോ പ്രൊപ്പോർഷനും നമുക്ക് ബോക്സ് ടൈപ്പിൽ തന്നെ വരച്ച് കൺസ്ട്രക്ഷൻ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡീമൺ സ്ലേയറിലെ ഏത് ക്യാരക്ടറാണ് ഇഷ്ടം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് അടുത്തൊരു വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഏത് ക്യാരക്ടറാണ് ഇഷ്ടം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തതായി നമ്മൾ വരയ്ക്കുന്നതെന്ന് പറയുന്നത് കാലിൻ്റെ പ്രപ്പോർഷനാണ്. ജസ്റ്റ് ബോക്സ് ടൈപ്പ്, അതുപോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പ് ഇപ്പോൾ ഇവിടെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ കാലിൻ്റെ പോർഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് ഇൻസൈഡ്, അതായത് ഡ്രസ്സിന് ഇൻസൈഡ് വരുന്ന ആ ഒരു ഷെയ്ഡ്സ് നമ്മൾ ഒരു ട്രയാങ്കിൾ ബോക്സ് ടൈപ്പിൽ നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി സെൻസുവിൻ്റെ ഫേസ് പോർഷനാണ് വരയ്ക്കുന്നത്.
അപ്പം നമുക്ക് കർവ് ചെയ്ത് ഇതിൻ്റെ ഹെഡ് പോർഷൻ, അതുപോലെ തന്നെ നോസ്, മൗത്ത്, ചിന്ന്, ഈ ഇത്രയും പോർഷൻസാണ് ഇനിയിപ്പോൾ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ സെൻസുവിൻ്റെ ആ ഒരു മൗത്ത് വരയ്ക്കുമ്പം നിങ്ങൾ ട്രയാങ്കിളായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഹെയറിൻ്റെ പോർഷനാണ് വരയ്ക്കുന്നത്. റെഫറൻസ് ഇമേജ് ഉള്ള പോലെ തന്നെ ഹെയറിൻ്റെ പോർഷൻസ് നമ്മൾ വരയ്ക്കുക. നമ്മൾ നേരത്തെ നമ്മൾ ഹാഫ് സർക്കിൾ വരച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് സെൻസുവിൻ്റെ ആ ഒരു ഹെയർ വരയ്ക്കാവുന്നതാണ്. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഓവർലാപ്പ് ചെയ്ത് നേരത്തെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് വരച്ച ഒരു ലൈൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് ആവശ്യമില്ലാത്ത പോർഷൻസ് നമുക്ക് എറേസ് ചെയ്ത് കളയാം. അങ്ങനത്തെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന പോർഷൻസ് നമുക്ക് എറേസ് ചെയ്ത് കളയാവുന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പം ഹാൻഡിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാവുന്നതാണ്. സോ നമ്മൾ അതുപോലെ തന്നെ കറ്റാന, അതിൻ്റെ ഡീറ്റെയിൽ നമുക്കിനി ഡീറ്റെയിലാണ് കൂടുതലായിട്ടും വരയ്ക്കുന്നത്. ബാക്കിയുള്ള നമ്മൾ നേരത്തെ കൺസ്ട്രക്ഷൻ ചെയ്ത് വെച്ച ആ ഒരു ഔട്ട്ലൈൻ ഉണ്ടല്ലോ, അത് നമുക്ക് എറേസ് ചെയ്ത് നമുക്ക് ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് സെൻസുവിൻ്റെ ക്ലോത്തിൻ്റെ പാറ്റേൺസ് നമുക്ക് വരയ്ക്കാം. അടുത്തായി ലെഗിൻ്റെ പോർഷൻ നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന പോർഷൻസ് നമുക്ക് ഇറേസ് ചെയ്ത് കളയാവുന്നതാണ്. ബാക്കിയുള്ള ടെക്സ്ചേഴ്സും ഡീറ്റെയിൽസും നമുക്ക് വരയ്ക്കാം. അടുത്തായി ഹെയറിൻ്റെ പോർഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് സെൻസുവിൻ്റെ ഔട്ട്ലൈൻ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് പാർട്ടിൽ എങ്ങനെ കളർ ചെയ്യണമെന്ന് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് പാർട്ട്.